ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് എൻ്റെ അഡീനിയം കളക്ഷനിലേക്കാണ്. ഇതൊക്കെയാണ് എൻ്റെ അഡീനിയം കളക്ഷൻ. ഒരു 6-7 ഇയേഴ്സ് ആയിട്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന എൻ്റെ അഡീനിയം കളക്ഷൻസ്. അഡീനിയം പ്രേമികളോട് ചോദിച്ചാൽ പല ആൾക്കാർക്കും പല കഥകളുണ്ട് അഡീനിയത്തിനെ പറ്റി പറയാൻ. ചില ആൾക്കാർക്ക് എൻ്റെ പൂക്കളോടാവാം, ചില ആൾക്കാർക്ക് കോഡക്സ് ആയിരിക്കാം, ചില ആൾക്കാർക്ക് എൻ്റെ ബോൺസായി ഷേപ്പ് ആയിരിക്കാം. അതെ, ഇന്നത്തെ വീഡിയോ ഈ ബോൺസായി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു റൂട്ട് ട്രെയിൻ ചെയ്ത അഡീനിയം നമുക്ക് എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനു വേണ്ടി ഞാൻ എടുത്തേക്കുന്ന ഇത്രയും സാധനങ്ങളാണ്. ഇതിനു വേണ്ടി ഞാൻ ഫസ്റ്റ് കാണിക്കുന്ന ഒരു ബ്ലാക്ക് കളർ പോട്ടാണ്. ബ്ലാക്ക് കളർ പോട്ട് അത്യാവശ്യം നല്ല ഹോള് കൊടുത്തേക്കുന്ന ഒരു പോട്ടാണ്. ഞാൻ അഡീനിയത്തിന് വേണ്ടി എപ്പോൾ ചൂസ് ചെയ്താലും ഒരു യൂസ്ഡ് ആയിട്ടുള്ള പോട്ടേ ഞാൻ എടുക്കാറുള്ളൂ. കാരണം അത് പെട്ടെന്ന് ചിലപ്പോൾ കോഡക്സ് വലുതാണെങ്കിൽ നമുക്ക് മാറ്റി നടേണ്ടി വരും. ഇത് വേണ്ടി ഫസ്റ്റ് മണ്ണ്, അതിൻ്റെ അകത്ത് കുറച്ച് ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കരിയിലകൾ, അതിനുശേഷം ഒരു കല്ല്, പിന്നെ കുറച്ച് കരി, പിന്നെ കട്ട, പിന്നെ നമ്മുടെ പ്ലാന്റ്. ഈ പ്ലാന്റ് ഫസ്റ്റ് നമ്മൾ കണ്ട ആ പ്ലാന്റിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തിട്ട് ഒരു കുഞ്ഞി പോട്ടിൽ കുത്തിവെച്ച ഒരു പ്ലാന്റ് ആണ് അത്. ഇപ്പം അത്യാവശ്യം കോഡക്സ് ഒക്കെ വന്നിട്ടുണ്ട്. കുറച്ച് നാൾ മഴയത്തായിരുന്നു നിന്നേച്ചാൽ ഒരാഴ്ചയോളം. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം കുറച്ച് യെല്ലോ കളറായിട്ട് വന്നായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് പൊക്കി നോക്കിയായിരുന്നു. കണ്ടോ, ഈ യെല്ലോ കളറ്, ഇങ്ങനെ യെല്ലോ കളറ് അഡീനിയത്തിന് കാണണമെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. കാരണം അതിൻ്റെ കോഡക്സിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടായിരിക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ പറിച്ച് നോക്കിയപ്പോഴേക്കും പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇത് അത്യാവശ്യം ആർച്ച് ഷേപ്പിലുള്ള കോഡക്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു ഷേപ്പിൽ നമുക്ക് നട്ടു കൊടുക്കാം. പിന്നെ ഒരു പോട്ട്, ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ചൂസ് ചെയ്തേക്കുന്ന ഒരു കല്ലാണ്. അത്യാവശ്യം അങ്ങനെ ഷേപ്പൊന്നും ഇല്ലാത്തൊരു സാധാരണ ഒരു കല്ല്, നല്ല പ്ലെയിൻ ആയിട്ടിരിക്കുന്ന കല്ല് നമ്മൾ എടുക്കുന്നതാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടി പെട്ടെന്ന് വെള്ളം പോകാൻ ചാൻസ് വളരെ കുറവായിരിക്കും. അതുവഴി നമ്മുടെ പ്ലാന്റ് ചീഞ്ഞു പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. നമ്മൾ ഈ ഫസ്റ്റ് പോട്ടിംഗ് മിക്സ് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ കട്ടകൾ ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കട്ടകൾ ഇടണത് പെട്ടെന്ന് ഈർപ്പം വലിച്ചെടുക്കാൻ സഹായിക്കും. അതേപോലെ കരി ഞാൻ അതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുത്തു, അത് മിസ്സായിരുന്നു വീഡിയോ. പിന്നെ ഇതൊരു സൂത്രമുണ്ട്. ഇതേപോലെ ചിരട്ടകൾ, യൂസ്ഡ് ആയിട്ടുള്ള ചിരട്ടകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ അഡീനിയത്തിൻ്റെ അടിയിലും നമുക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം. ഇത് ആർച്ച് ഷേപ്പിലും ഒരു റൂട്ട് ട്രെയിൻ ചെയ്യാൻ പോകുന്നൊരു രീതിയിലുമാണ് നമ്മൾ പ്ലാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിലോട്ട് നിൽക്കുന്ന വേരുകൾ അത് വലുതാകാൻ നേരത്ത് കുറച്ച് നമുക്ക് പൊക്കി നടണം. അപ്പോൾ നല്ല ഭംഗിയിൽ ഒരു വേറെ നല്ലൊരു ട്രെയിൻ ചെയ്ത ഒരു നല്ല റൂട്ട് ട്രെയിനിങ് ചെയ്ത ഒരു അഡീനിയം ഷേപ്പായിട്ട് നമുക്ക് കിട്ടും. കണ്ടോ, ഇതേപോലെ നമ്മൾ അതിൻ്റെ മേൾ ഭാഗത്തേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുന്നു. ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അഡീനിയം ചീഞ്ഞു പോകാനുള്ള ചാൻസും വളരെയധികം കുറയും. ബാക്കിയുള്ള ഉണങ്ങിയ ഇലകൾ ഞാൻ ഇതേപോലെ സൈഡിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി വന്ന കുറച്ച് മണ്ണുകൾ ഇതേപോലെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതേപോലെ സൈഡിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. നമ്മൾ പതിയെ വേണം നടാൻ, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ് മറിഞ്ഞു വീഴും. കണ്ടോ, ബാക്കി വന്ന മണ്ണും കൂടി ഞാൻ ഈ സൈഡിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നതാണ്. പ്ലാന്റ് വീഴാതെ പതുക്കെ വേണം ചെയ്യാൻ, ഇല്ലെന്നുണ്ടെങ്കിൽ പ്ലാന്റ് പെട്ടെന്ന് മറിയും. പിന്നെ നമ്മൾ ആദ്യം മുതൽ പിന്നെയും ചെയ്യേണ്ടി വരും. പിന്നെ ഇതിൻ്റെ അടിയിലോട്ടൊന്നും അത്ര മണ്ണൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ കൈ കൊണ്ട് അതിൻ്റെ അടിയിലോട്ട് ഇത് പയ്യെ നമ്മൾ എങ്ങനെ ഇട്ട് കൊടുക്കണം. ഞാൻ പറയത്തക്ക വളമോ അങ്ങനെ ഇതേപോലെ കുറേ വെള്ളമോ അങ്ങനെ ഒന്നും ഞാനിത് ഒഴിക്കുന്നില്ല. ഞാൻ എപ്പോൾ നട്ടാലും ഞാൻ ഒരു 3 days കഴിഞ്ഞാലേ പയ്യെ വെള്ളം ഒഴിച്ചു കൊടുക്കുള്ളൂ. കാരണം വെള്ളം ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് അടിയും ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതേപോലെ ഇങ്ങനെ പയ്യെ ഞാൻ അതിനെ ആദ്യം വെള്ളം ഒഴിച്ചു കൊടുക്കും. പിന്നെ 2-3 weeks കഴിയുമ്പോൾ വളം ഇട്ട് കൊടുക്കും. അങ്ങനെ ചെയ്യുന്നത് വഴി അടീനിയം പെട്ടെന്ന് വളരാനും ചാൻസ് ഉണ്ട്. അതെ, ഇത് ഞാൻ കുറച്ച് കല്ലൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് അവനൊരു സ്ഥലം കൊടുത്തിട്ടുണ്ട്.